ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഒരു പൊളിയിലൂടെയാണ് കേട്ടോ. പൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വീട് ഒരു പഴയ വീടാണ്. പഴയ വീടെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 110ഓളം വർഷമുണ്ട് ഞങ്ങളുടെ വീടിന്. അപ്പോൾ അതിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ വീട്ടിൽ നടുമുറ്റമുണ്ട്. ഞാനൊന്ന് പറഞ്ഞില്ലേ, മൊത്തത്തിൽ ഒരു റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ നടുമുറ്റത്ത് ഒരു സീലിംഗ് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പൊളിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങളുടെ ആസ്ഥാന പണിക്കാരനായ ഷിബു ചേട്ടൻ. ഇതിൻ്റെ ഭംഗിയൊന്നും കളയാതെ ഒരു മോഡേൺ സ്റ്റൈലിലേക്ക് മാറ്റണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഓടെല്ലാം റീപ്ലേസ് ചെയ്തു, പെയിൻ്റൊക്കെ അടിച്ചു. ഇനി ഈ ഒരു സാധനം പൊളിച്ചു കളയണം. പണ്ട് ചെയ്തതാണ് കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാൽ ഓടിൻ്റെ മേലിൽ പട്ടികയുള്ളത് കാരണം ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് ഈ ഒരു ഭാഗം. പക്ഷേ ഓട് അകവും പുറവും പെയിൻ്റ് അടിച്ചത് കാരണം ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, മൂപ്പരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. മൂപ്പരെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു അടിപൊളി ആർക്കിടെക്റ്റാണ്. അപ്പോൾ പുള്ളി കുറച്ച് ഐഡിയ ഒക്കെ എന്നോട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം പൊളിച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് മൂപ്പരെ ഇതൊക്കെ ഒന്ന് കാണിക്കാനായിട്ട്. ഒരു 2 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരിക്കുന്നതാണ് ആൾ. ഭയങ്കര കുലങ്കശമായ ചർച്ച. വാപ്പ ഇതിൻ്റെ ചരിത്രം മൊത്തം മൂപ്പർക്ക് പറഞ്ഞു കൊടുത്തു. പുള്ളി ഞങ്ങളുടെ നടുമുറ്റത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം നടന്നു. അതിനുശേഷം എന്നോട് പറഞ്ഞു, ഞാൻ 1-2 ഡ്രോയിങ്സൊക്കെ നിന്നെ കൊണ്ടുവന്ന് കാണിക്കാം, അതിനുശേഷം നമുക്ക് ഒരു വ്യക്തമായ പ്ലാനിങ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കിടെക്റ്റ് പോയതിനു ശേഷം ബാബു ചേട്ടൻ വന്നിട്ടുണ്ട്. ബാബു ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്തിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞാണത് ബാബു ചേട്ടനെ കുറിച്ച്. അതായത് ഞങ്ങളുടെ അക്വേറിയമൊക്കെ ക്ലീൻ ചെയ്ത് തരുന്ന ഞങ്ങളുടെ നാട്ടിലെ അക്വേറിയം വിദഗ്ധനാണ് ബാബു ചേട്ടൻ. വേറെ ഒന്നുമില്ല, കഴിഞ്ഞ ദിവസം മുതൽ അക്വേറിയം ധാരധാരയായി ചോരുന്നുണ്ട്. അക്വേറിയം ക്ലീൻ ചെയ്യുന്ന കാണാനായിട്ട് ഗാലറിയിൽ ഇരിക്കുകയാണ് അച്ചുവും പാത്തുവും അപ്പും. അച്ഛന് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. പാത്തുവും ഇതിൻ്റെ ഒരു ഉസ്താദാണ്. പക്ഷേ രാവിലെ എണീറ്റത് കാരണം പാത്തുവിനൊരു മൂഡില്ല. അപ്പോൾ കുറച്ച് കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടാണ് ആളിതെല്ലാം വാച്ച് ചെയ്യുന്നത്. പക്ഷേ ബാബു ചേട്ടൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ബാബു ചേട്ടൻ ചെയ്യുന്ന പണിയിൽ ഒരു ആത്മാർത്ഥയുള്ള മനുഷ്യനാണ് കേട്ടോ. വേണ്ട നിർദ്ദേശങ്ങൾ വാപ്പ ബാബു ചേട്ടന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ബാബു ചേട്ടൻ മീനെല്ലാം പിടിച്ച് ബക്കറ്റിലേക്ക് ഇട്ടു. അക്വേറിയം 2ാമത് പശ വെച്ച് ഒട്ടിക്കണമെന്നാണ് ബാബു ചേട്ടൻ്റെ നിർദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ട് മൂപ്പര് പശയും കൊണ്ടാണ് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്ന പണിയിൽ നല്ല ആത്മാർത്ഥതയുള്ള മനുഷ്യനാണ് ബാബു ചേട്ടൻ. ബാബു ചേട്ടനോട് ഞാൻ 1-2 ബിസിനസ് ഐഡിയാസൊക്കെ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാബു ചേട്ടൻ പശയുമായിട്ടാണ് വന്നത്. എല്ലാം 2ാമത് ബാബു ചേട്ടൻ ക്ലീൻ ചെയ്തിട്ട് പശ അടിച്ചു തന്നു. ഇതെല്ലാം നടക്കുമ്പോഴും ആളെ കാണുന്നില്ലായിരുന്നു. ഞാൻ കുറേ നേരമായി നോക്കി നടക്കാൻ തുടങ്ങിയിട്ട്. വേറെ ഒന്നുമില്ല, അയാളുടെ ഫുഡ് വീഡിയോയുടെ ഡബ്ബിങ്ങിലും എഡിറ്റിങ്ങിലുമായിരുന്നു. ചെറിയൊരു പ്രശ്നം, വേറെ ഒന്നുമല്ല, ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. എന്താണ് ഒരു പ്രതിവിധി എന്നാണ് ആൾ ചോദിക്കുന്നത്. ഇതൊരു പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ പ്രയോജനകരമാവട്ടെ. ഒരുപക്ഷെ ഡിസൈനേഴ്സായ ആൾക്കാർക്കായിരിക്കും കൂടുതലും ഇത് ഹെൽപ്പാകുന്നത്. യൂണിക്കോഡ് ഫോണ്ടിനെ TT ഫോണ്ടായിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്ററിലോ കൊണ്ടുപോയിട്ട് ആ ഫോണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരികയുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും വരണമെന്നില്ല. നോക്കിയേ, ഞാനിവിടെ ഉണ്ടാക്കുന്നു എന്ന് ടൈപ്പ് ചെയ്തിൽ വന്നിട്ടില്ല. ഇങ്ങനെ വരുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതീതിയാണ്, നിങ്ങൾ ആദ്യം ആ ഇൻഡയുടെ പോർഷൻസ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് കീബോർഡിൽ ഈ ഒരു ബട്ടൺ കണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഐക്കൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഫോണ്ട്, നമ്മൾ ഏത് ഫോണ്ടാണോ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഫോണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വരികയുള്ളൂ. ഒരുപക്ഷെ ഡിസൈനറായ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാനതിന് വ്യക്തമായ മറുപടി തരാം കേട്ടോ. ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. പല തവണയായിട്ട് എനിക്ക് 12ഓളം പ്ലേ ബട്ടണുകൾ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. കൂടുതലും നമ്മുടെ ക്ലയൻസിന് വേണ്ടി വന്നേക്കുന്ന പ്ലേ ബട്ടണുകളാണ്. അതെല്ലാം അവർക്ക് കൊടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവരുടെ ബിസിനസ്സും യൂട്യൂബിലൂടെ വളരുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം നിലവിൽ എൻ്റെ വീട്ടിൽ ഓൾമോസ്റ്റ് ഒരു 4-5 പ്ലേ ബട്ടണുകൾ മാത്രമാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ പ്ലേ ബട്ടണുകൾ കിട്ടുമ്പോൾ നമ്മുടെ എല്ലാ യൂട്യൂബേഴ്സിനും ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ഈ പ്ലേ ബട്ടണിലൊന്നും മയങ്ങിപ്പോകരുത്. നല്ല കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുണ്ടാകുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്ലയൻസുകൾക്ക് ഓൾമോസ്റ്റ് 12ഓളം പ്ലേ ബട്ടണുകൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചൊന്ന് മാത്രം കേട്ടോ, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വാപ്പാനെ കുറിച്ച് 1-2 കാര്യം പറയാം. വാപ്പാക്ക് എന്താ പറയുക, എപ്പോഴും കൃഷി അതേപോലെയുള്ള കാര്യങ്ങളിൽ ഓടി നടന്ന് ചെയ്യാനാണ് ഇപ്പോഴും താല്പര്യം. ഇത് ഞങ്ങളുടെ വീട്ടിലെ
ഒരു അംഗത്തെ പോലെയുള്ള ആളാണ് മഹേഷ് ഞങ്ങളുടെ വീട്ടിൽ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് വരാറുണ്ട്. ഇപ്പോൾ മൂപ്പര് വന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ല, ഇപ്പോൾ എന്തോ പയറോ അങ്ങനെ എന്തോ പരിപാടിയിലാണ് വാപ്പ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മഹേഷ് വന്നിരിക്കുകയാണ്. അപ്പോൾ മഹേഷ് അത് വാപ്പാനെ സഹായിക്കും. അതേപോലെ തന്നെ വാപ്പ എപ്പോഴും ഇതിനൊക്കെ വെള്ളമൊഴിക്കുന്ന ഒരു പതിവുമുണ്ട്. ഇനി കൃഷിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ മണ്ണാണ് ഞങ്ങളുടെ വീട്ടിലെന്നാണ് വാപ്പ പറയണത്. പക്ഷേ ഞങ്ങൾ എന്തായാലും ഈ ലോക്ക്ഡൗൺ സമയത്തൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി ഈ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ ചെറിയ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടോ വീട്ടിൽ, അത് സ്ഥിരം വാപ്പ ഇങ്ങനെ നനയ്ക്കുകയും അതിൻ്റെ പരിപാലനം കാര്യങ്ങളൊക്കെ വാപ്പ ചെയ്യുകയും ചെയ്യും. വാപ്പക്ക് ഇതിലൊക്കെയാണ് ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ത്രില്ലുമുള്ളത്. പിന്നെ ഞങ്ങളുടെ വാപ്പാനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് കേട്ടോ. ഞങ്ങളുടെ വാപ്പ 2 സർവീസ് റിട്ടയർഡായ മനുഷ്യനാണ്. ഒന്ന് എയർഫോഴ്സിലും ഒന്ന് BSNലും. എയർഫോഴ്സിൽ വാപ്പ റഡാർ ടെക്നീഷ്യനായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഡൽഹിയിലും ബോംബെയിലൊക്കെ ആയിരുന്നു വാപ്പയുടെയും ഉമ്മാടെയൊക്കെ താമസം. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഷയും വാപ്പാക്കറിയാം, ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും തെലുങ്കും എല്ലാം. ഇപ്പം എന്നോട് പറയടാ, ഇതാണ് റംബൂട്ടാൻ, ഇത് നമ്മുടെ നാട്ടിൽ ഇവിടെ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് വാപ്പയുടെ അഭിപ്രായം. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു സാധനം വന്നിട്ടുണ്ട്, എന്തോ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഇത് വീട്ടിൽ പിടിച്ചു വരുന്നുണ്ട്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണെന്നൊക്കെയാണ് വാപ്പ പറയണത്. എന്തായാലും വെയിറ്റ് ചെയ്യണം, കുറച്ച് സാധനങ്ങൾ ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നോമ്പ് 1-ാം ദിവസമാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അന്ന് വൈകുന്നേരമായപ്പോൾ ഒന്ന് കടയിൽ പോകേണ്ടി വന്നു. അറിയാലോ ഇപ്പം നമ്മുടെ നാടിൻ്റെ അവസ്ഥ. എന്നിരുന്നാൽ പോലും ഞങ്ങളുടെ നാട്ടിൽ ചെറിയ കടകളെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അതെല്ലാം നിയമം പാലിച്ച് തന്നെയാണ് അവർ നടത്തുന്നത്. 5 മണിയാകുമ്പോൾ അവരെല്ലാ കടകളും അടച്ചു പോവുകയും ചെയ്യും. ഞങ്ങളുടെ നാടൊരു അനുഗ്രഹീതമായ നാടാണെന്നേ. എല്ലാ ആളുകളും സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്ന ആൾക്കാരാണ്. ഞാനപ്പോൾ അവിടെ വന്നിട്ട് കുറച്ച് ഈന്തപ്പഴങ്ങളും സമൂസയും കട്ട്ലറ്റും ഒക്കെ വാങ്ങിക്കാനായിട്ട് വന്നതാണ്. തുടക്കമല്ലേ, ഇന്ന് കുറച്ച് കൂടുതൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കണ്ട, ആളുകൾ അകലം പാലിച്ച് തന്നെയല്ലേ നിൽക്കുന്നത്. എന്ത് മര്യാദക്കാണ് അവർ നിൽക്കുന്നത്. ഒരാൾ മാസ്ക് ഇട്ടേക്കണമെന്നുണ്ടോ? ഇതാണ് ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത. എല്ലാ ആളുകളും നിയമം പാലിക്കും. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് സാധനങ്ങൾ പെട്ടെന്ന് തീർന്നു. എന്നിരുന്നാലും എനിക്ക് ഒരു 8 സമൂസയും 8 കട്ട്ലറ്റും കിട്ടി. നല്ല ടേസ്റ്റായിരുന്നു. 1-ാം ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് സാധനം തന്നെ നമുക്ക് കിട്ടി. ഇനി ഇതുമായിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. പെങ്ങൾ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അയാൾക്കും ഞങ്ങൾക്കുമായിട്ട് കുറച്ച് സമൂസയും കട്ട്ലറ്റും വാങ്ങിച്ചു. ഇനി നേരെ ഞാൻ വീട്ടിലേക്കാട്ടോ. വീട്ടിൽ വന്നപ്പോൾ ഒരുപാട് സമയം, നോമ്പ് തുറക്കാൻ ഇനിയും 2 മണിക്കൂറുണ്ട്. ഞാനപ്പോൾ വിചാരിച്ചു നമ്മുടെ സൈക്കിളിനൊന്ന് പണിതേക്കാമെന്ന്. നിങ്ങൾക്കറിയോ, കുറച്ച് നാളായിട്ട് സൈക്കിളോട്ടൊന്നും ഇല്ലപ്പാ. ഭയങ്കര സങ്കടമുണ്ട്. കാരണം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് സൈക്കിളുമായിട്ട് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. എനിക്ക് സൈക്കിൾ തന്ന നാസർ ഭായിനെ ഞാൻ വിളിച്ചു. നാസർ ഭായ്, ഞാനിപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾക്കറിയാമല്ലോ അവസ്ഥ. നാസർ ഭായ് പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, ചെയിനെല്ലാം വെളിച്ചെണ്ണ ഇട്ട് വെക്കാം. സാധാരണ ഈ സൈക്കിളിൽ ഇടുന്ന എന്തോ ഒരു ലൂബ്രിക്കൻ്റ് ഉണ്ട്, അതാണ് സാധാരണ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വറീഡ് ആകണ്ട. ഒരു തുണിയിൽ കുറച്ച് വെളിച്ചെണ്ണ മുക്കിയിട്ട് അങ്ങോട്ട് ചെയിനിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പുള്ളിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത്, സൈക്കിളിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്ന ഒരു അടിപൊളി വിദഗ്ധനാട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, പുള്ളി നമ്മുടെ നിവിൻ പോളിനെ പോലെ ഇരിക്കുന്നത് അപാര ലുക്കുമാണ്. ഞാനൊരു വീഡിയോ പുള്ളിനെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നാസ് ബായ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട മനുഷ്യനാണ്. നിങ്ങൾക്കൊരു പക്ഷേ സൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വീഡിയോസും നാസ് ബായിയുടെ യൂട്യൂബ് ചാനൽ നോക്കാവുന്നതാണ്. ഇതൊരു പൈപ്പ് ആയതുകൊണ്ട് ഇവിടെയൊക്കെ കുറച്ച് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. നാസർ ഭായ് പറഞ്ഞു അതിലൊക്കെ തുരുമ്പുണ്ടാവും, നിങ്ങൾ അതിലൊന്നും പേടിക്കണ്ട, കുറച്ച് എണ്ണ ഇട്ട് കൊടുത്താൽ മാത്രം മതിയെന്ന് പറയുകയും ചെയ്തു. പുള്ളിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ എല്ലാ പോർഷനും എണ്ണ ഇട്ടു. ഇതാ ഗിയറിൻ്റെ പോർഷൻ ആയതുകൊണ്ട് മാത്രം അവിടെ തുണി വെച്ച് തുടച്ചില്ല, ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. നാസർ ഭായിയുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ. ഈ സൈക്കിളിന് വേണ്ട പാർട്സ്, സൈക്കിൾ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, നല്ല സൈക്കിൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വാങ്ങിക്കാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നാസർ ഭായിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇതുകൊണ്ട് ഇരുന്ന് പ്രാന്ത് പിടിച്ചിട്ടേ തലക്കൊരു വെളിവ് കിട്ടാണ്ട് ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ ഞങ്ങളുടെ മുറ്റത്തൊരു മരം നിൽക്കാൻ ചുമ്മാതെ അങ്ങോട്ട് പെയിൻ്റ് അടിച്ച് വെച്ച് ആ പച്ചയും യെല്ലോയും വന്നപ്പോൾ നല്ല അടിപൊളി കളറായില്ലേ. എന്ത് ചെയ്യാൻ, എത്ര നേരം വീട്ടിലിരിക്കും. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ പുതിയ ഒരു അതിഥി ഇവിടെ വന്നു. നോക്കിയേ ആരാണെന്നുള്ള കാര്യം കണ്ടോ. ഞങ്ങളുടെ നാടിന് പുതിയ 3 സുന്ദരി കുട്ടന്മാരുണ്ടായിട്ടോ. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം, ആരെയും അറിയിക്കാൻ പറ്റില്ല, ക്ഷമിക്കുക. ഇനി ഞങ്ങൾക്ക് ഇവരെയും ഒന്ന് സംരക്ഷിക്കേണ്ടതുണ്ട്.